ജീവിതം ലാളിത്യം നിറഞ്ഞതാണ്. അത് സങ്കീർണത നിറഞ്ഞതല്ല. ജീവിതത്തിൻ്റെ ലാളിത്യം നമുക്കറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ള് ഒഴിഞ്ഞിരിക്കണം. അപ്പോഴാണ് ജീവിതത്തിൻ്റെ ആ മനോഹരിത, അതിൻ്റെ സുഗന്ധത്തെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു കപ്പിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഒഴിഞ്ഞ കപ്പാണെന്ന് പറയില്ല. വെള്ളമില്ലാതിരിക്കുമ്പോഴാണ് അത് ഒഴിഞ്ഞ കപ്പാണെന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ നിറഞ്ഞിരിക്കുമ്പോൾ മനസ്സ് ഒഴിഞ്ഞിരിക്കുന്നുവെന്ന് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യൻ യന്ത്രത്തെപ്പോലെയാണ് ജീവിക്കുന്നത്. ചിന്തകളും വികാരങ്ങളുമാണ് അയാളെ നിയന്ത്രിക്കുന്നത്. അപ്പം അത് ശക്തമാകുമ്പോൾ അവിടെ അയാൾക്ക് വേദനയായിട്ട് മാറുന്നുണ്ട്, അയാൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേദനയായിട്ട് മാറുന്നുണ്ട്, സർവ്വ ജീവജാലങ്ങൾക്കും അയാൾ വേദനയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള മൗനം കൊണ്ട്, ആഴത്തിലുള്ള നിരീക്ഷണം കൊണ്ട് ആ ചിന്തകളെയും വികാരങ്ങളെയും തണുപ്പിക്കണം, ആശ്വസിപ്പിക്കണം. ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല, അത് സ്വയം നടക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുന്നത് വലുതായുള്ള ഒരു അറിവാണ്. ചില സമയത്ത്, ചില ദിവസങ്ങളിൽ നമുക്ക് കോപമുണ്ടാകും. ചില സമയത്ത് നമ്മൾ ദയാലുവായിരിക്കും, കരുണയുണ്ടാകും, സ്നേഹമുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് ജീവിതമെങ്കിൽ, ഈ രീതിയിലാണ് നമ്മുടെ വികാരങ്ങളെങ്കിൽ, പ്രവൃത്തികളെങ്കിൽ, നമുക്ക് ഒരു കാഴ്ചക്കാരനായിട്ട് കാണുക മാത്രമേ ചെയ്യേണ്ടൂ. ആ സമയത്ത് ആ ചിന്തകളും വികാരങ്ങളും അടങ്ങുന്നതായിട്ടും ശാന്തമാകുന്നതായിട്ടും നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ ഒരാൾ കോപിക്കുന്ന സമയത്ത് നമ്മൾ പറയും അയാൾക്ക് കോപമാണ്. അയാൾ കോപം കാരണം വളരെയധികം വേദനിക്കുന്നുണ്ട്. അയാളുടെ കോപത്തിന് ഒരു കാരണമുണ്ടാകും. പക്ഷേ നമ്മൾ കാരണത്തെ കാണുന്നില്ല, അയാളുടെ വേദനയെ നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ എന്താ പറയുന്നത്? അയാൾക്ക് കോപമാണ്, അയാളിൽ നിന്ന് കോപം പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന നമുക്കും അതേ സമയത്ത് കോപമുണ്ട്. എല്ലാ ആളുകൾക്കും കോപമുണ്ട്. ഒരു കൊച്ചു കുട്ടിക്ക് പോലും എന്തുണ്ട്? കോപമുണ്ട്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ അയാളിൽ കൂടുതൽ കുറ്റബോധം നിറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ നമ്മളെ നിരീക്ഷിക്കണം. ഒരമ്മയും കുഞ്ഞും, കുഞ്ഞ് കരയുകയാണ്. എന്തിനാണ് കുഞ്ഞ് കരയുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് കുറേ നേരം അമ്മ നോക്കും കരച്ചിൽ മാറ്റാൻ, പക്ഷെ മാറുന്നില്ല. ചില സമയത്ത് കുഞ്ഞ് കരയുന്നത് നിർത്താൻ വേണ്ടിയിട്ട് അമ്മ വഴക്ക് പറയും. അപ്പോഴും കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞിനെ ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പറയും ചെവി വേദന കൊണ്ടാണ് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണത്തെ മനസ്സിലാക്കി ഡോക്ടർ. കാരണത്തെ മനസ്സിലാക്കാതാണ് അമ്മ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞത്. ഇതേപോലെ ഒരാളുടെ ഉള്ളിൽ കോപമുണ്ടാകുമ്പോൾ, അയാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, അയാളുടെ കാരണത്തെ കാണുന്നില്ല, വേദനയെ കാണുന്നില്ല. പക്ഷെ ഇത് രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാളോട് നമുക്കൊരു കരുണ, സ്നേഹം എല്ലാം തോന്നും. പിന്നെ അയാൾ നമ്മുടെ തന്നെ ഭാഗമാണ്. ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴും അയാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ തോന്നില്ല. ഒരു പൂവിന് പൂവായിട്ട് നിലനിൽക്കാൻ കഴിയില്ലേ?
പല ഘടകങ്ങൾ അവിടെ ചേരുമ്പോഴാണ് പൂവിന് പൂവായിട്ട് നിലനിൽക്കാൻ കഴിയുന്നത്. അവിടെ വെള്ളം വേണം, മണ്ണ് വേണം, പ്രകാശം വേണം, പല ഘടകങ്ങളും ചേർന്നതാണ് ആ പൂവ്. അതേപോലെ നമ്മൾ മനുഷ്യർ, കുറേ മനുഷ്യർ നമുക്കൊപ്പം ഉള്ളത് കൊണ്ട് മാത്രമല്ല നമ്മൾ നിലനിൽക്കുന്നത്. അവിടെ സർവ്വ ജീവജാലങ്ങളുണ്ട്. ഭൂമി, വായു, ജലം, അഗ്നി, ആകാശമുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ തന്നെ ഭാഗമാണ്. ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മൾ കാണുന്നതൊന്നും രണ്ടല്ല, എല്ലാം എൻ്റെ ഭാഗമാണ്, ഒന്നിൻ്റെ ഭാഗമാണെന്നുള്ള ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴും നമുക്ക് സമാധാനപ്പെടാൻ സാധിക്കും. അപ്പോൾ ചിന്തകളും വികാരങ്ങളും ശക്തമാകുമ്പോൾ അതിനെ എതിർക്കാതെ ഒരു സാക്ഷിഭാവത്തിൽ വെറുതെ നോക്കി നിൽക്കുക മാത്രം ചെയ്യുക. അതായത് ഒരാളുടെ പ്രവൃത്തി നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, അയാൾ നടക്കുകയും ഇരിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ നടക്കുകയും ഇരിക്കുകയും ആഹാരം കഴിക്കുകയും ചിന്തിക്കുന്നതും നമ്മുടെ മനസ്സും എല്ലാം നമ്മൾ ഒരു കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കുന്നു. അപ്പം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാക്കാൻ കഴിയുന്നില്ല, ബന്ധനം ഉണ്ടാകുന്നില്ല അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. ഈ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ഉള്ളിലുള്ള മൗനത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു യുവാവ് വന്നു. പറഞ്ഞു, ഞാൻ കുറേ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്, സമാധാനമില്ല. ഗുരു ആ യുവാവിനോട് പറഞ്ഞു, അടുത്ത ഒരു മുറി കാണിച്ചിട്ട് പറഞ്ഞു, നീ ആ മുറിയിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് കുറച്ച് നേരം ഇരിക്കുക. യുവാവ് ഗുരു പറഞ്ഞതുപോലെ ചെയ്തു. ആ മുറിയിലേക്ക് കയറിയപ്പോൾ ആ മുറി ശൂന്യമായിരുന്നു. അവിടെ ശബ്ദങ്ങളുണ്ടായിരുന്നില്ല, മനുഷ്യരുണ്ടായിരുന്നില്ല. അവിടെ നിറഞ്ഞ മൗനം മാത്രം. തുടക്കത്തിൽ യുവാവ് അസ്വസ്ഥനായിരുന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് മൗനത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ യുവാവ് തുടങ്ങി. ഒരു ശാന്തിയിൽ അലിഞ്ഞു. അല്പനേരം അതിനൊപ്പം ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് യുവാവ് പറഞ്ഞു, എന്തെന്നില്ലാത്തൊരു ശാന്തി ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ വലിയൊരു സത്യം മനസ്സിലാക്കി ഗുരു. എൻ്റെ സമാധാനം എന്ന് പറയുന്നത് പുറത്തല്ല, അത് എൻ്റെ ഉള്ളിലാണ് എന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഇപ്പോൾ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു, നീ പഠിച്ചിരിക്കുന്നു. അതായത് വാക്കുകളിലൂടെ നീ പഠിച്ചത് നിനക്കറിയാൻ കഴിയില്ല, മൗനത്തിലൂടെയാണ് അതിനെ അറിയാൻ കഴിയുക. നമ്മുടെ ജീവിതത്തിൽ ഉള്ളിലുള്ള മൗനവും ആഴത്തിലുള്ള നിരീക്ഷണവും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ചിന്തകൾ ശക്തമാകില്ല, വികാരങ്ങൾ ശക്തമാകില്ല. വേദനയില്ലാതെ ജീവിതം ലാളിത്യപൂർവ്വം നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആ സമയത്താണ് ജീവിതത്തിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ജീവിതമെന്ന് പറഞ്ഞാൽ അത് ഒഴിഞ്ഞതാണ്, ഒന്നുമില്ലാത്തതാണ്. അതിനെ സങ്കീർണമാക്കുന്നത് നമ്മളാണ്. അപ്പോൾ ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെയാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനെ എതിർക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ആഴത്തിൽ അതിനെ നിരീക്ഷിക്കുക. ആ നിരീക്ഷണത്തിലൂടെ അത് ശാന്തമാകും. അങ്ങനെ ശാന്തമാക്കാനും നിരീക്ഷിക്കാനും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ